നിസ്കരിക്കുമ്പോ ഓഫാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാര് ഒരൊറ്റ ആളും ആ ഒരു നിർദ്ദേശം കേൾക്കൂല. ഇവിടെ പള്ളിന്റെ ഉള്ളിലും ഇല്ല എഴുത്ത് ഉണ്ടാവും, ഇല്ലാതിരിക്കൂല അല്ലേ? ഉണ്ടാവും, എല്ലാ പള്ളിയിലുണ്ട് എഴുത്ത്. നമ്മൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് എഴുതിയിട്ട്, പക്ഷെ നമ്മൾ സൈലന്റ് ആക്കി വെക്കും. നമ്മളൊരു കാര്യം നോക്ക്, നിങ്ങൾ നിസ്കാരത്തിനോടുള്ള ഒരു കൂറില്ലായ്മ നോക്ക്. എന്നിട്ട് ആ ഒന്നുകിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വെളിച്ചം കാണുമ്പോ മനസ്സ് പോയി ആരായിരിക്കും വിളിക്കുന്നത്? രാവിലെ വിളിച്ചിട്ട് കാശൊരാളുടെ പടച്ചവനെ അയാളേറ്റാവോ? ഇപ്പൊ ഈ നിസ്കാരങ്ങാനും മുറിക്കണോ, അല്ലെങ്കിൽ ഇനിയാൾ വിളിക്കാതിരുന്നാലോ? എന്തെല്ലാം ചിന്തയും. ഏകദേശം പോയി, നിസ്കാരം പൗതി മുക്കാലൊക്കെ പോയി, ഒക്കെ അങ്ങോട്ട് പോയില്ലേ സഹോദരങ്ങളെ? ഞാൻ വെറുതെ പറയണം, ഒരു 5 മിനിറ്റ് അത് ഓഫാക്കി വെക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഉസ്താദ് ആരെങ്കിലും മരിച്ചാലോ? മരിച്ചാൽ നമ്മളെ ഫോൺ ഓണാക്കി വെച്ചോട് മരിച്ചാൾ ഹയാത്താവോ? മരിച്ചാൾ ഏതായാലും മരിച്ചില്ലേ? വിവരം അറിയാനല്ലേ? ഏത് വിവരം അറിയണമെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയേണ്ടിയുള്ളൂ. നിസ്കാരത്തിന്റെ ഇടയിൽ വേറെ ആൾ മരിച്ചാറിട്ട് വെറുതെ കിട്ടാൻ പോകുന്നുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സ് തിരിയാന്ന് മാത്രല്ല, നിങ്ങൾ നോക്കി ഇപ്പോഴത്തെ വർത്തമാന കാലത്തുള്ളത്, ഈ വർത്തമാന കാലത്തൊക്കെ ടച്ചിങ് അല്ലേ? ടച്ചിങ് ആയതുകൊണ്ട് പല ആൾക്കാരും ധരിച്ചിട്ട് എന്താണെന്നറിയോ? അത് കയ്യിന്റെ ഒരു വിരലിങ്ങനെ 3 അനക്കാൻ ഇങ്ങനെ നിസ്കാരം പാത്തിലാവുള്ളൂ. അതെ, ഒരു വിരലിങ്ങനെ ഒരു 8 ഇറങ്ങുമ്പോഴത്തേനും 3 ആവില്ലല്ലോ. അപ്പൊ ഒന്നിങ്ങനെ നീക്കിയതിന് കുഴപ്പമില്ല. എന്നാലും ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല. നിസ്കാരത്തിന് വിട്ടുവീഴ്ചൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചല്ലേ? നിങ്ങൾ നോക്ക്, 2 മണിക്ക് വിമാനത്തിലൊക്കെ പറന്ന് 2 മണിക്ക് കാറ് മാർഗം നടന്നു വന്നോന്നല്ല, വീട്ടിലെത്തിയ മോനാ 2 മണി 2:30 ഭക്ഷണം കഴിച്ച് കിടന്നാണ്. സുബൈക്ക് വാപ്പ എണീറ്റു, ഉമ്മ എണീറ്റു, നിസ്കരിക്കാൻ വേണ്ടി എണീറ്റത്. 2-ൽ ഒരാളെ ഭാഗത്തുനിന്ന് അല്ല മോനെ വിളിക്കണ്ടേ? അവൻ 2 മണിക്കല്ല ഒന്ന് കിടന്ന് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. ആ, എന്ത് കണ്ടിട്ടാണ് ഈ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞത്? പെട്ടിന്റെ കനം കണ്ടിട്ടോ? എന്ത് കണ്ടിട്ടാണ് ഈ ചക്രവാക്ക് പറയുന്നത്? ആ പെട്ടിയില് നിങ്ങൾക്ക് ദുനിയാവിൽ ഇഷ്ടം പോലെ കാലം ജീവിക്കാനുള്ള ഒക്കെ നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടിട്ടാ? ബാപ്പ പള്ളിയിൽ പോയി സുബഹി നിസ്കാരം കഴിഞ്ഞു വന്നു, അല്ല മോനെ വിളിക്കണ്ടേ? നിങ്ങൾ എന്തിനാണ് ഈ ഇടങ്ങേറാക്കണത്? കുറച്ചേരം കൂടി ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് കള്ളായിക്കോട്ടെ, പ്രശ്നമില്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സംഗതി അല്ല അത്. അതിൽ ഗൾഫും കണക്കാണ്, പ്രവാസിയും കണക്കാണ്, സ്വദേശിയും കണക്കാണ്, അധ്വാനിക്കുന്നവനും കണക്കാണ്, വെറുതെ നടക്കുന്നവനൊക്കെ കണക്കാണ്, ആലിമും കണക്കാ, ജാഹിലും കണക്കാ, എല്ലാവരും കണക്കാണ്. എല്ലാരും ടൈം നോക്കി വിളിക്കണം. എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എത്ര വലിയ പഠനങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും, എത്ര വലിയ ബിസിനസ് മക്കളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ദുനിയാവാകരുത്. ആത്യന്തിക ലക്ഷ്യം ആഖിറമാകണം. എന്റെ കുട്ടി ബിസിനസ്മാനല്ലേ, ഇപ്പവൻ നിസ്കരിക്കാൻ പോയാൽ കുറച്ച് ലാഭം കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത്. പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട നിർദ്ദേശം, മോനെ നീ എവിടെ പോയാലും, എത്ര തിരക്ക് പിടിച്ച യാത്രയിലാണെങ്കിലും, എത്ര തിരക്ക് പിടിച്ച പരിപാടിയിലാണെങ്കിലും, കൂടൊഴിയാതെ കൈയൊഴിയാതെ നിന്റെ കൂടെ നീ കൊണ്ട് നടക്കേണ്ട ഒരു മർമ്മമുണ്ട്. അത് നിസ്കാരമാണ്. 5 വക്ത് നിസ്കാരം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടോ? നീ നല്ല തികവുള്ള മികവുള്ളൊരു യുവാവാണ്. നല്ലൊരു യുവാവിനെ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പോ, നല്ലൊരു യുവാവിന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നല്ല യുവതിക്കും നല്ല യുവാവിനും പറഞ്ഞ അടയാളങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് സ്വലാഹുദ്ദീൻ, ദീനിൽ നല്ല അവസ്ഥയുണ്ടാകണം. ദീനിൽ ഏറ്റവും നല്ല അവസ്ഥയാണ് സഹോദരങ്ങളെ 5 വക്ത് നേരത്തെ നിസ്കാരം കൊണ്ട് നടക്കാനുള്ള അവസ്ഥ. അതിലൊരു കുറവുണ്ടോ? യുവത്വം നന്മ നിറഞ്ഞ വഴിയിലേക്ക് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാളും പേരെടുത്ത് വിളിക്കാവതല്ല. ലോകത്ത് അല്ലാഹു തആല പെർമിറ്റ് നിഷേധിച്ചു കഴിഞ്ഞു. സർവ്വ അമ്പിയാക്കളെയും ജനങ്ങൾ പേരെടുത്ത് വിളിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ ആദമൂന്ന് വിളിച്ചു, ഈസാ നബി അലൈഹിസ്സലാമിനെ ഈസ എന്ന് വിളിച്ചു, മൂസാ നബി അലൈഹിസ്സലാമിനെ മൂസ എന്ന് വിളിച്ചു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വന്ന് ഒരഅറാബി ഒരിക്കൽ പേരുകൊണ്ട് സംബോധന ചെയ്തപ്പോൾ അല്ലാഹു ആയത്തിറക്കി, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ.
നിങ്ങൾ അന്യോന്യം പേരെടുത്ത് വിളിക്കും പോലെ അള്ളാഹുവിന്റെ റസൂലിനെ പേരുകൊണ്ട് വിളിക്കല്ല.